സവർക്കറുടെ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ ആയുധമാക്കി ലോക്സഭയിൽ ബിജെപിക്കും RSSനുമെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. മനുസ്മൃതി പിന്തുടരണമെന്ന സവർക്കറുടെ പ്രസ്താവന സഭയിൽ രാഹുൽ ഗാന്ധി വായിച്ചു. നിരപരാധികളെ കൊലപ്പെടുത്തണമെന്ന ഭരണഘടനയിൽ എവിടെയാണുള്ളതെന്ന് സംഭൽ പരാമർശിച്ച് രാഹുൽ ചോദിച്ചു. ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ച പോലെ യുവാക്കളുടെ സ്വപ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ये कॉन्स्टिट्यूशन में कहां लिखा है कि जो बलात्कार करते हैं वो बाहर रहे और जिसका रेप हुआ है जिसके परिवार उस परिवार को बंद कर दिया जाए? कहां लिखा है कॉन्स्टिट्यूशन में? ये आपकी किताब में लिखा हुआ है, मनुस्मृति में लिखा है, मगर कॉन्स्टिट्यूशन में नहीं लिखा है. कॉन्स्टिट्यूशन में लिखा है प्रोहिबिशन ऑफ डिस्क्रिमिनेशन on grounds of religion, race, caste, sex or place of birth. Some days back, youngsters from Sambal came to see me. Innocent people, they had done nothing. They were just, वो पास में थे. 5 लोगों को गोली मार के हत्या कर दी. ये कहां लिखा है कॉन्स्टिट्यूशन में? और हिंदुस्तान के हर गरीब व्यक्ति को हम ये कहना चाहते हैं, आपकी रक्षा कॉन्स्टिट्यूशन करता है. बीजेपी के लोग कॉन्स्टिट्यूशन पर 24 घंटा आक्रमण करते रहते हैं. രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഭരണപക്ഷം പ്രതിഷേധിച്ചതോടെ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ നേതാവിനെ തടയാനാണ് സ്പീക്കറുടെ ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, ചൂടേറിയ വാദങ്ങൾ ഉയർത്തുന്ന തർക്കങ്ങളിലേക്ക് പോകുന്ന പ്രസ്താവനകളിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം എന്താണ് സഭയിൽ നടന്നത്? സുജയ, ഇന്നിപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന് എതിരെ ഉയർത്തിയത്. അതിനു പിന്നാലെ സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു. കാരണം സവർക്കർ അടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് രാഹുൽ ഇന്ന് കത്തിക്കയറുകയാണ് ചെയ്തത്. ഈ ഇന്ത്യയുടെ ഭരണഘടനയിൽ, അതായത് രാജ്യത്തെ ഒന്നും ഇന്ത്യയുടേതായി ഒന്നും ഭരണഘടനയിൽ ഇല്ല എന്ന് സവർക്കർ പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതിയാണ് അദ്ദേഹത്തിന്റെ രേഖ എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ സ്പീക്കർ ഇടപെട്ട് അവരോട് പിരിഞ്ഞു പോകാൻ പറയുകയും പിന്നീട് അവർ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയത്. രാജ്യത്തെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് പുരാണകഥയിലെ ഏകലവ്യന്റെ കൈമുറിച്ച ഒരു കഥ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവാക്കളുടെ സ്വപ്നങ്ങൾ എല്ലാം തകർക്കുകയാണ്. അതായത് സൈന്യത്തിലേക്ക് പോകാനുള്ള യുവാക്കളുടെ സ്വപ്നങ്ങൾ അഗ്നിവീരിലൂടെ തകർക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാവീര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന് കരാർ നൽകുന്നത് വഴി അവിടുത്തെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ തകർക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് കൃത്യമായ രീതിയിൽ പണം ലഭിക്കാതെ വരുമ്പോൾ അവരെ തകർക്കുന്നു. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും, ഹാത്രസ് അടക്കമുള്ള വിഷയങ്ങൾ, സമ്പൽ അടക്കമുള്ള വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഇന്ന് കടന്നാക്രമിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി ശ്രമിച്ചത്. രാഹുലിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിപാദിച്ചു എന്ന് പിന്നീട് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തു. എന്നാണെങ്കിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തി. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ചയ്ക്ക് മറുപടി നൽകും. അതിൽ എന്താണെങ്കിലും അടിയന്തരാവസ്ഥ മുതൽ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രതിപാദിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ആരംഭിച്ച ചർച്ചയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും രൂക്ഷ വിമർശനം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായപ്പോൾ കോൺഗ്രസ് ആണ് എക്കാലത്തും ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചത് എന്ന വാദം ഉയർത്താനാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശ്രമം ഉണ്ടായത്. ഓക്കെ, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കാൻ പോകുന്ന മറുപടി എന്താകും എന്നതും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സഭയിൽ? നോബിൾ. സുജയ, അല്പസമയത്തിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി സഭയിലേക്ക് എത്തും. നിലവിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിന് അദ്ദേഹം എത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെങ്കിലും ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയ്ക്കെതിരെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ച നിലപാടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ശ്രമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻകാലത്തും സമാനമായ ചർച്ചകളുടെ അവസാനം മറുപടി പറയുമ്പോൾ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ BJPയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കും എതിരെ എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായ ചരിത്രമുണ്ട്. അത് തന്നെയായിരിക്കും ഇന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്പസമയത്തിന് പ്രധാനമന്ത്രി ലോക്സഭയുടെ ഹാളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ എന്തൊക്കെയെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്.